ഷിരൂരിൽ തെരച്ചിൽ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ വാർത്താ സംഘം അവിടെ തന്നെ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ദുഷ്കരമായ സാഹചര്യം തന്നെയാണ് ഷിരൂരിൽ ഇപ്പോഴുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വീണ്ടും വിജയകുമാർ, താങ്കൾക്ക് തുടരാം. ഈ രാവിലത്തെ തെരച്ചിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടുത്തെ കാലാവസ്ഥ ഒരു സമ്പൂർണ്ണ തെരച്ചിലിന് അനുകൂലമാകുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ MLA-യും MK രാഘവൻ MP-യും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവിടെ ആഴത്തിലിറങ്ങി ആ ക്യാബിൻ പരിശോധിക്കാൻ പറ്റുന്ന തരത്തിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതാണ് ഏറ്റവും ആദ്യം വരേണ്ടത്. പക്ഷേ അതിനനുകൂലമായ ഒരു കാലാവസ്ഥ അവിടെ ഇനിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അടിയൊഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങി ആ ലോറിയുടെ സ്ഥാനം പൂർണ്ണമായും മനസ്സിലാക്കി അതിൻ്റെ ക്യാബിൻ എവിടെയാണ് എന്നറിഞ്ഞ് ആ ക്യാബിനുള്ളിലേക്ക് കടന്ന് അതിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അർജുൻ അതിലുണ്ടോ എന്ന് ഉറപ്പിക്കുക. അതാണ് നമ്മുടെ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, മർമ്മപ്രധാനമായ ഭാഗം. അതിന് വേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അനുകൂലമാകണം, കാലാവസ്ഥ അനുകൂലമാകണം. പക്ഷേ ഇന്നലെയും അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18 അംഗ ഈ മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന നാവികസേനയുടെ വിദഗ്ധ സംഘം അവർ ഇത്തരം ടെറൈനിൽ ധാരാളം പരിചയം ഉള്ളവരാണ്. പക്ഷേ അവർക്ക് ഈ താഴേക്ക് ഇറങ്ങി അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഇന്നലെ MLA-യും അവിടുത്തെ SP-യും പറഞ്ഞത് അതുതന്നെയാണ്. അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല. തന്നെയല്ല അവരുടെ ആ ചെറിയ ബോട്ട് അവിടെ ഉറച്ചു നിൽക്കുന്നില്ല. അത് പലതവണ തെന്നി മാറി എന്നാണ് പറഞ്ഞത്. കാരണം അത് അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്ന സൂചന പോലും ഉണ്ടായി. ആ ഘട്ടത്തിലാണ് അവർ ഇന്നലെ കരയിലേക്ക് തിരികെ വന്നത്. അപ്പോൾ ഇന്ന് അവിടെ ഏതാണ്ട് 90% മഴ മുന്നറിയിപ്പാണ്. ഞാനിപ്പോൾ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ നോക്കുകയായിരുന്നു. ഷിരൂരും പരിസര പ്രദേശങ്ങളിലും 90% മഴ മുന്നറിയിപ്പ് തന്നെയാണ് പറയുന്നത്. ക്ലൗഡിയാണ് പൂർണ്ണമായും. ഒരു സമയത്ത് പോലും മേഘാവൃതമല്ലാത്ത ഒരു ആകാശം അവിടെ ഇല്ല. ഇന്നത്തെ സാഹചര്യം അതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും പുഴയിൽ അടിയൊഴുക്കുണ്ടായില്ലെങ്കിൽ, വലിയ ജലപ്രവാഹം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ആ ദൗത്യം ഇന്നലെ നിർത്തിയിടത്ത് വെച്ച് തന്നെ തുടങ്ങാൻ കഴിയും. നാവികസേനാംഗങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി ആ ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കി ആ ക്യാബിൻ പരിശോധനയ്ക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ആ ക്യാബിൻ പരിശോധിക്കലാണ് നമ്മളെ സംബന്ധിച്ച് ആദ്യവും അവസാനവുമായി വേണ്ടത്. അവിടെയാണ് നമ്മൾ അർജുനെ തിരയാൻ പോകുന്നത്. അർജുൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ അർജുനെ കരയിലേക്ക് കൊണ്ടുവരിക. അതിന് പറ്റുന്ന തരത്തിലേക്ക് ആദ്യം 1-2 നാവികർ താഴേക്ക് ഇറങ്ങുക. കൂടുതൽ ആളുകൾ വേണമെങ്കിൽ വീണ്ടും താഴേക്ക് പോവുക. ഇവർക്ക് താഴേക്ക് പോവുകയും മുകളിൽ വന്ന് വിവരങ്ങൾ പറയുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ ജലപ്രവാഹം അതിനനുകൂലമാകുക എന്നതാണ് ആദ്യവും അവസാനവുമായി അവിടെ ഉണ്ടാകേണ്ടത്. അതിന് പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ശരിയാകും, അല്ലെങ്കിൽ അതിനനുകൂലമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമേ നമ്മൾ ആ ട്രക്ക് ഉയർത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ട്രക്ക് ഉയർത്തുന്നത് നമ്മളുടെ ഒന്നാമത്തെ ജോലിയല്ല, അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അതിനുശേഷമോ ഉള്ള ജോലിയാണ്. ആദ്യം നമ്മൾ അർജുനെയാണ് തിരയുന്നത്. ആ ക്യാബിനിലാണ് നമ്മൾ പരിശോധനയ്ക്ക് പോകുന്നത്. ക്യാബിൻ്റെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ഇതുവരെ വന്ന ഇമേജുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളിലോ അതിൻ്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സൈഡ് വ്യൂവിൽ നിന്ന് മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ എന്ന് കാണിച്ച ഭാഗത്താണ് വളരെ വിശാലമായി ഒരു ട്രക്ക് നിലകൊള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ഇമേജ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ അതിൻ്റെ ക്യാബിൻ്റെ അവസ്ഥ എന്താണ്, ആ വാഹനത്തിൻ്റെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച സൂചനകളില്ല. അത് കുറെ കൂടി കൃത്യമായി കിട്ടുന്നതിനാണ് നമ്മൾ ഇന്ന് ഏറ്റവും മോസ്റ്റ് മോഡേൺ, ഏറ്റവും അത്യന്താധുനികമായ ഡ്രോൺ അവിടെ ഇറക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളെയൊക്കെ മാറ്റുന്നത്. കാരണം ഈ സിഗ്നലുകൾ സമ്പൂർണ്ണമായി ലഭിക്കുക എന്ന് വെച്ചാൽ ഒട്ടും വീക്കല്ലാത്ത സിഗ്നലുകൾ അവിടെ ലഭിക്കുക. നമ്മളുടെയൊക്കെ ലൈവ് യൂണിറ്റുകൾ, ലൈവ് ബാഗുകൾ പ്രവർത്തിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് അതൊന്നും ഈ സിഗ്നലിനെ ബാധിക്കാത്ത തരത്തിൽ മാധ്യമങ്ങളെ അവിടെ നിന്ന് ഇന്ന് മാറി നിൽക്കണം, സ്വയം നിയന്ത്രണം വേണമെന്ന് അവിടുത്തെ MLA പറഞ്ഞു. നമ്മളൊക്കെ അതനുസരിച്ച് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ദൗത്യ മേഖലയിലേക്ക് ആരും ഇന്ന് പോയിട്ടില്ല. എല്ലാവരും വളരെ ദൂരെ മാറി നിന്നാണ് നമ്മളുടെ മാധ്യമ പ്രവർത്തനം ഇന്ന് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് ആ ദൗത്യമേഖലയിൽ സമ്പൂർണ്ണമായി ഡ്രോൺ ഇറക്കിയുള്ള പരിശോധന തുടങ്ങുമ്പോഴായിരിക്കാം എക്സാക്ട് ലൊക്കേഷൻ, അതിൻ്റെ സ്ഥാനം കിട്ടുക. അത് സ്ഥാനമെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാബിനടക്കം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഈ സോണാർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ യഥാർത്ഥത്തിൽ
ഈ ജലത്തിനടിയിൽ കുടുങ്ങിയ ഒരു സാധനത്തിൻ്റെ ഒരു ഭാര ലോഹ വസ്തുവിൻ്റെ സ്ഥാനം ഗതിയൊക്കെ കൃത്യമായി നിർണ്ണയിക്കുന്നതിനൊപ്പം അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഭാഗ്യവശാൽ അത് മൂവ് ചെയ്യാതെ ഒരു സ്ഥലത്ത് തുടരുന്നുണ്ട്. അതിനെ ലോക്ക് ചെയ്യാനാകുന്ന ഇന്നലെ നോക്കിയിരുന്നു. കാരണം ഈ ജലപ്രവാഹം ഈ ഗംഗാവാലി പുഴയിലൂടെ കൂടുമ്പോൾ ഈ വാഹനം വീണ്ടും ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ വാഹനത്തെ ആ അടിത്തട്ടിൽ, ഈ നദിയുടെ അടിത്തട്ടിൽ ലോക്ക് ചെയ്ത് നിർത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ലോക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവിടേക്ക് എത്താൻ നമ്മളുടെ ഈ നാവികസേന അംഗങ്ങൾ കഴിഞ്ഞിരുന്നില്ല. നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സംഗതികളാണ് അത്. അതുകൊണ്ട് നാവികസേന അംഗങ്ങൾ അവിടേക്ക് ഇറങ്ങി അതിനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും രാത്രിയും ആ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഈ വാഹനത്തെ അവിടെ ലോക്ക് ചെയ്ത് നിർത്തുന്നു, അതിൻ്റെ ക്യാബിനിലേക്ക് പരിശോധന നടത്തുന്നു, അർജുനെയും നമ്മൾ ജലോപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ആണ് വാഹനം ഉയർത്തുന്നതിന് ഈ ഉരുക്ക് വലിയ കൊളുത്തുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഈ വാഹനത്തിൽ ഘടിപ്പിച്ച് അതിനെ കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ 2-3 തവണയായി പെരുമഴ, പേമാരി അവിടെ പെയ്തു. ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്. മഴ കുറഞ്ഞു നിൽക്കുന്ന സമയം, ഒപ്പം ഈ നദിയിലെ അടിയൊഴുക്ക് കൂടി മാറി അത് പൂർണ്ണമായും ഒരു രക്ഷാദൗത്യത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നുവെങ്കിൽ രാവിലെ തന്നെ നമുക്കതിന് ഇറങ്ങാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്നെയുമല്ല, ഉച്ചയ്ക്ക് മുമ്പ് നമുക്കതിൽ ചില സൂചനകളും ലഭിക്കും. നേരത്തെ എല്ലാവരും പറഞ്ഞിരുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ദൗത്യത്തിൻ്റെ മർമ്മപ്രധാന ഭാഗം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. അതിനനുകൂലമാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. നിലവിൽ അവിടെ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും ജില്ലാ ഭരണകൂടം ആ പുഴയുടെ തീരത്തുള്ളവരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം, നേരത്തെ ഒന്നുമില്ലാത്ത തരത്തിൽ ഗംഗാവാലി പുഴ തീരം തകർത്തൊഴുകുന്നു എന്നാണ് പറഞ്ഞത്. ആ സാഹചര്യത്തിന് കുറച്ച് മാറ്റമുണ്ടായിട്ടുണ്ട്. വലിയ വിസിബിലിറ്റി ഇല്ലെങ്കിൽ പോലും അടിയൊഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് അനുകൂല സാഹചര്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. അവിടെ നാവികർക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ രാവിലെ തന്നെ അനുകൂലമായാൽ നമുക്ക് ഉച്ചയോടുകൂടി അതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ക്യാബിനിൽ അർജുനുണ്ടോ, അർജുനെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നത് തന്നെയാണ്. ആ വാർത്തയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. നമുക്ക് വൈകാതെ അത് സംബന്ധിച്ച വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെ കരുതാം. നിലവിൽ എന്തായാലും മഴയ്ക്ക് കുറച്ച് ശമനമുണ്ടായിട്ടുണ്ട്. പെരുമഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നദിയിൽ നീരൊഴുക്ക് എത്രത്തോളം സാധാരണയിൽ കൂടുതലാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ആശങ്കയായി തുടരുന്നത് 90% ഇന്ന് പകൽ അവിടെ മഴ തുടർച്ചയായി പെയ്യുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഒരു ഓറഞ്ച് അലേർട്ടിൻ്റെ സമാന സാഹചര്യമാണ് നമ്മൾ ആ ക്ലൗഡ് സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. എസ് കെ. ഓക്കെ, വിജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ എബിൻ ജോസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മൂവാറ്റുപുഴ വാഴക്കുളം സെൻറ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണിലിനെ പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് പള്ളിയുടെ പാചകപ്പുരയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫാദർ ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെൻ്റർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഷിരൂരിൽ തെരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവിടെ അത്യാവശ്യം ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഗംഗാവാലി പുഴയിൽ കുത്തൊഴുക്കുണ്ട്. നിങ്ങൾക്കറിയാം, വല്ലാത്ത അടിയൊഴുക്കുള്ള നദിയാണ് ഗംഗാവാലി. ആ ഗംഗാവാലി പുഴയിൽ ഡൈവ് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുക വളരെ ദുഷ്കരവും പ്രയാസകരവുമായ സാഹചര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻ്റലിജൻറ്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം അവിടെ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ 10ാം ദിനത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നമ്മളെ തേടി വരുമെന്ന വിശ്വാസമാണ് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം യൂട്യൂബ് വഴിയും അല്ലാതെ നമ്മുടെ TV ചാനൽ ഡയറക്റ്റ് കാണുന്നവരും ഒക്കെ തന്നെ ഈ കാര്യം നമ്മളെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അർജുൻ എന്ന കുടുംബത്തിലെ ഒരു അംഗം പോലെയായി മാറിക്കഴിഞ്ഞു എന്ന് പല മലയാളി സുഹൃത്തുക്കളും വിദേശ നാടുകളിൽ നിന്നൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ഈ അവസരത്തിൽ നമുക്ക് ഒപ്പം ചേരുകയാണ്. ലോകം മുഴുവൻ മലയാളികൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ അർജുന് വേണ്ടി കാത്തു നിൽക്കുന്ന ഈ വേളയിൽ ഹാഷ്മി, അവിടെ നിന്ന് മറ്റെന്തെങ്കിലും ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ടോ? വിവരങ്ങൾ.
SKN കൃത്യമായും ഈ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് സംബന്ധിച്ച് ഗംഗാവലി പുഴയുടെ ഒരു ഘടന മാറിയ ഘടന സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ കൂടി റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN എന്ന് പറഞ്ഞാൽ പുഴയുടെ അടിയൊഴുക്ക് ആഴത്തിലൊഴുക്ക് എങ്ങനെയാണ് അത് ഒരു നാവികസേനാംഗത്തിന് സർവൈവ് ചെയ്ത് താഴേക്ക് പോകാൻ കഴിയുന്ന ഒന്നാണോ എന്നുള്ള പരിശോധനയാണ് ഈ ദിവസങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. SKN തുടക്ക ദിവസം മുതൽ തന്നെ ഇവിടെ ജമ്പ് ചെയ്യുക ഒരു 20 മീറ്റർ 30 മീറ്റർ താഴ്ത്തട്ടിൽ മാറി മാത്രമാണ് നദിയുടെ അടിത്തട്ടിലേക്ക് ഒരു നാവികസേനാംഗത്തിന് എത്തിപ്പെടാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അതേ അടിയൊഴുക്ക് കൂടുന്നതല്ലാതെ കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല. SKN ഇന്നലെ രാത്രി മലയോര മേഖലകളിൽ മഴയ്ക്ക് അല്പം ഒരു ശമനം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞാൽ അടിയൊഴുക്ക് പെട്ടെന്ന് അങ്ങനെ ഇനി വെള്ളം കുറഞ്ഞാലും അടിയൊഴുക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങ് കുറയില്ല. SKN അങ്ങനെ ക്രമാനുഗതമായി മാത്രമേ അടിയൊഴുക്ക് കുറയുകയുള്ളൂ. വളരെ പതിയെ മാത്രമേ അടിയൊഴുക്ക് കുറയുകയുള്ളൂ. അങ്ങനെ അടിയൊഴുക്ക് കുറയുന്നുണ്ടോ എന്നൊരു പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. SKN അവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് ഏത് സമയത്താണ് നാവികസേന അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. നമുക്കറിയാൻ കഴിയുന്നത് നാവികസേന ഡൈവർമാർ പൂർണ്ണ സജ്ജമായി റെഡിയായി രാവിലെ ഒരു 7 മണി മുതൽ തന്നെ അവർ ഡിങ്കി ബോട്ടുകളിൽ സജ്ജരായി നിൽക്കുകയാണ്. അവർക്ക് നിർദ്ദേശം കിട്ടണം. ആ നിർദ്ദേശം ഈ പരിശോധനയുടെ പിന്നാലെയാണ് ആ നിർദ്ദേശം ഉണ്ടാവുക. അല്പസമയത്തിനകം തന്നെ ഒരു നിർദ്ദേശം പ്രതീക്ഷിച്ച് അവർ ഏത് സമയം ജമ്പ് ചെയ്യാൻ തയ്യാറായി അവരുടെ ആവശ്യമുള്ള ഉപകരണങ്ങളുമായി അവിടെ അവരുടെ ബ്ലാക്ക് ബോട്ടുകൾ ഡിങ്കി ബോട്ടുകൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. SKN അതിപ്രധാനം അവിടുത്തെ അടിയൊഴുക്ക് കുറയുക എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെയർ ദൗത്യത്തിന്റെ മുന്നോട്ടുള്ള ഭാവി ഇനി മുന്നോട്ടുള്ള ഒരടിയെങ്കിലും നീങ്ങണമെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നുണ്ട് ഈ നാവികസേനാംഗങ്ങൾക്ക് പുഴയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിലേക്ക് പോകണം. ഈ ലോറി കിടക്കുന്ന ഭാഗത്തേക്ക് എത്തണം. അതിന്റെ ക്യാബിനിലേക്ക് എത്തണം. ക്യാബിൻ തുറന്നു നോക്കണം. അഥവാ ക്യാബിൻ തുറന്നു നോക്കാൻ കഴിയുന്ന സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ മണ്ണിന്റെ സെഡിമെന്റേഷൻ ഈ ക്യാബിന്റെ ഭാഗത്തായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം. അത് മാറ്റാനുള്ള എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കണം. അതിനുശേഷം ക്യാബിൻ തുറക്കണം. നമ്മുടെ ജിതിന്റെ ആരോഗ്യാവസ്ഥ എന്താണ് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്തണം. അതുതന്നെയാണ് പ്രധാനം. അതുതന്നെയാണ് പ്രയോറിറ്റി. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു യോഗം ചേരുന്നുണ്ടായിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിലും ഉണ്ടാകുന്ന ആദ്യ പ്രയോറിറ്റി മറ്റെന്തിനേക്കാളുമുള്ള ആദ്യ പ്രയോറിറ്റി വണ്ടിക്കുള്ളിലുള്ള അവസ്ഥ എന്താണ്, വണ്ടിക്കുള്ളിലുള്ള സാഹചര്യം എന്താണ് എന്നറിയലാണ് എന്ന കാര്യം ആ യോഗത്തിൽ വിലയിരുത്തുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തക സംഘം ദൗത്യസംഘത്തിലെ പ്രധാനികൾ രക്ഷാപ്രവർത്തക സംഘം അടക്കം അങ്ങോട്ട് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. AK അഷ്റഫ് എം നമ്മളോട് പറഞ്ഞതുപോലെ വൈഷ്ണവി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ അല്പസമയം മുൻപ് ഇതുവഴി കടന്നു പോയിരുന്നു. SKN അപ്പോൾ നമുക്ക് ആ വാഹനം കണ്ടിട്ട് ആരാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. AK അഷ്റഫ് MLA ആണ് പറഞ്ഞത്. അത് വൈഷ്ണവി അഡീഷണൽ ചീഫ് സെക്രട്ടറി തലത്തിലെ ഉദ്യോഗസ്ഥയാണ്. വൈഷ്ണവിക്കാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. പുറത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഇപ്പോൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി ചാർജ് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് SKN ഇവിടെ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് സന്നദ്ധ സേനാ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ടു. അതിപ്പോൾ ഇനി ഡൈവിങ്ങിന് മുക്കത്തുനിന്ന് ഒരു സംഘമാകട്ടെ, അതിനു മുൻപ് ഇങ്ങോട്ടേക്ക് എത്തിയ ഒരുപാട് സന്നദ്ധ സംഘങ്ങളാവട്ടെ, ഒരു കൈ സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ സജ്ജരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ IRWന്റെ ഒരു സന്നദ്ധ സേനാംഗങ്ങൾ കുറേ ദിവസമായി അവരുടെ യൂണിഫോമിലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണല്ലേ? അതെ, ഏത് ആവശ്യമുണ്ടെങ്കിലും അത് പൂർണ്ണമായും സജ്ജമായ IRWയുടെ ടീം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഈ അതിശക്തമായ ഒഴുക്കാണ് നമുക്ക് വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. അതൊരു വെല്ലുവിളിയായിക്കൊണ്ടാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം അത് അതിജീവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒരു ഉച്ചയോടുകൂടി നമുക്ക് ഒരു ശുഭവാർത്ത ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളൊക്കെ നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഇത് യൂണിഫോമിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്ത് ഒരു ആവശ്യം വന്ന് വിളിച്ചാൽ പോകാൻ റെഡിയാണ്, അങ്ങനെയല്ലേ? പൂർണ്ണമായും പോകാൻ റെഡി ആയിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് ഫുൾ യൂണിഫോമിൽ ഒരു റെസ്ക്യൂ ടീമിൻ്റെ എല്ലാ സെറ്റപ്പോടും കൂടി തന്നെയാണ് ഉള്ളത്. നമ്മുടെ വാഹനത്തിൽ ആവശ്യമായ സജ്ജീകരണം കൂടിയുണ്ട്. എല്ലാ സെറ്റപ്പോടും കൂടി തന്നെയാണ് ഞങ്ങളുള്ളത്. ആംബുലൻസ് അടക്കമുണ്ട് തോന്നുന്നു. ആംബുലൻസ് അടക്കമുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ SKN അങ്ങനെയാണ്. IRW ടീം മാത്രമല്ല, ഒരുപാട് സന്നദ്ധ സേനാംഗങ്ങൾ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, സജ്ജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിലയുറപ്പിക്കുന്ന ദിവസങ്ങളായി. ഇത് പുതിയ കാഴ്ചയല്ല. SKN കൂടുതൽ വാഹനങ്ങളിൽ ആർമിയുടെ SKN നാവികസേന ഡൈവർമാരാണ് ഇവർ. SKN നാവികസേന ഡൈവർമാരാണ് ഇവർ. നാവികസേന ഡൈവർമാർ ഇവർ ഇന്ത്യൻ നേവിയുടെ ഡിങ്കി ബ്ലാക്ക് ബോട്ട് നമുക്ക് കാണാം. നാവികസേനയുടെ ഇന്ത്യൻ നേവിയുടെ
കൂടുതൽ പരിശീലനം സിദ്ധിച്ച കൂടുതൽ ഡ്രൈവർമാരാണ്. ഇതിനോടകം തന്നെ ഒരു സംഘം അവിടെയുണ്ട്. അതിന് പിന്നാലെയാണ് അത് ഈ സംഘം അങ്ങോട്ടേക്ക് പോകുന്നത്. SKN അപ്പോൾ രക്ഷാദൗത്യം അതിന്റെ ഈ ദിവസം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് സൂചന. അല്ലെങ്കിൽ ഈ നാവികസേനാ അംഗങ്ങൾ കൂടുതൽ നാവികസേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. ഓൾറെഡി ഡ്രൈവർമാരുടെ ഒരു ടീം അവിടെ സെറ്റാണ്. അപ്പോൾ കൂടുതൽ ഡ്രൈവർമാർ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ സമയം 9 മണിയാകുന്നു. SKN നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇതിനു മുൻപ് തന്നെ 7 മണിയോടുകൂടി തന്നെ ആദ്യഘട്ട സേനാംഗങ്ങൾ പോകുന്നുണ്ട്. അവർ നേരത്തെ തന്നെ അവിടെ എത്തിയവരാണ്. അതിന് പിന്നാലെ അഡീഷണൽ ഫോഴ്സ് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സംതിങ് ഈസ് ഗോയിങ് ഓൺ എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. അപ്പോൾ കൂടുതൽ ഓപ്പറേഷനിലേക്ക് കടക്കാൻ ശ്രമിക്കും. നേരത്തെ AK മഷ്റഫിൽ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ SKN അവിടെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കൂടിയും അതിനെ അതിജീവിക്കാനുള്ള ചില ബി പ്ലാൻ ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന് AK മഷ്റഫ് MLA പറഞ്ഞിരുന്നു. അപ്പോൾ എന്തോ ഒന്ന് കൂടുതൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞാൽ SKN ഈ കുത്തൊഴുക്കും ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഒന്നും ആർമിക്കും നേവിക്കും ഒന്നും ഒരു പുത്തരിയല്ല, ഒരു പുതുമയായ കാര്യങ്ങളല്ല. അവർക്ക് അതിനെ അതിജീവിക്കാൻ ഉറപ്പായും കഴിയും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ ആവശ്യമായ എന്തോ ബി പ്ലാൻ ആലോചനകൾ നടക്കുന്നുണ്ട് SKN. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ നാവികസേന ഉപകരണങ്ങളും കൂടുതൽ നാവികസേന എക്സ്പെർട്ട് ഡൈവേഴ്സും ഇതിനകത്തേക്ക് പോകുന്നത്. എന്തായാലും ഇന്നും സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുമോ എന്ന് അറിയില്ല. കാര്യം സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ പ്രസക്തി എനിക്കൊന്ന് ഇന്നലത്തോടുകൂടി കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാര്യം ഈ ലോറി കണ്ടെത്തൽ തന്നെയാണ്, ഈ മെറ്റാലിക് ഒബ്ജക്റ്റ് അത് കണ്ടെത്തൽ തന്നെയായിരുന്നു പ്രധാനം. ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ ആ സംവിധാനം, ആ ഡ്രോൺ സംവിധാനം അല്പസമയത്തിനകം പുഴയ്ക്ക് മുകളിൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പുഴയ്ക്ക് മുകളിൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരുപക്ഷെ നാവികസേന ഡൈവർ താഴേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകാൻ ഇടയുള്ള ചലഞ്ച് വെല്ലുവിളികളൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ SKN ഇതിന്റെ ക്യാബിൻ ഭാഗം പുഴയിലേക്ക് അല്ലെങ്കിൽ ആഴത്തിൽ ചെളിയിൽ തറഞ്ഞിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇതിന്റെ വാതിൽ ഈ ലോറിയുടെ വാതിലിന്റെ അവസ്ഥ എന്താണ്, അത് താഴെ പോയി ഒരാൾക്ക് തുറക്കാൻ പാകത്തിനുള്ളതാണോ, അതോ മറ്റെന്തെങ്കിലും യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ അത് കട്ട് ചെയ്യൽ വല്ലതും ആവശ്യമായി വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആഴത്തിലുള്ള കാര്യങ്ങളെ വളരെ ഭംഗിയായി കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഒപ്പിയെടുക്കുന്ന ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള ആ പരിശോധനയിൽ വ്യക്തമാകുമെന്ന് തോന്നുന്നു. അതിനുശേഷം അതിന്റെ അടക്കം സഹായത്തിന് ശേഷമാകും നേവിയുടെ ഡൈവർ സേന മുങ്ങൽ വിദഗ്ധാംഗങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, SKN അതിനുള്ളിൽ ചില ദ്രുതഗതിയിലെ ചടുലഗതിയിലെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് യോഗം ചേർന്ന് അതിന്റെ ഭാഗമായാണ് യോഗത്തിന് ശേഷം 7 മണിക്ക് തന്നെ ഈ രക്ഷാദൗത്യത്തിനുള്ള തുടക്കങ്ങൾ അവിടെ ആരംഭിച്ചത്. അവിടെ സാനി എക്സ്കവേറ്റർ ഇപ്പോഴും മണ്ണ് മാറ്റുകയാണ്. അവിടെ സാനി എക്സ്കവേറ്റർ മണ്ണ് മാറ്റുന്ന വേഗത കുറച്ച് കൂടുന്നുണ്ട് എന്നിപ്പോൾ അതിനുള്ളിൽ അറിയാൻ കഴിയുന്നുണ്ട്. അത് അവിടെ മണ്ണ് മാറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല SKN. പക്ഷേ ഒരുപക്ഷെ ഈ ലോറി കരക്കെത്തിക്കുക എന്ന ഉദ്ദേശത്തിലൊക്കെ ആവണം അതിലെ മണ്ണ് മാറ്റൽ. ക്രെയിൻ അടക്കമുള്ള സാധനങ്ങൾ, ക്രെയിനും വിഞ്ചും എന്നൊക്കെ പറയുന്ന ഈ ലോറി ഒരു നദിയിൽ നിന്ന് ഉയർത്താൻ ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എത്തിയിട്ടുണ്ട്. ക്രെയിനിനകത്ത് തന്നെയുണ്ട് SKN. ബാക്കി സംവിധാനങ്ങളൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയും മട്ടിൽ ഇതിന്റെ സമീപ പ്രദേശങ്ങളൊക്കെ സ്വരുക്കൂടുന്നുണ്ട് ജില്ലാ ഭരണകൂടം. ഈ ജില്ലാ ഭരണകൂടം ഈ ദിവസങ്ങളിൽ ഏറ്റവും എഫിഷ്യന്റായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. SKN നമ്മൾ തുടക്ക ദിവസങ്ങളിൽ വേഗതക്കുറവ് പറഞ്ഞ് നമ്മൾ ഈ ദിവസങ്ങളിൽ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുമെന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. കൃത്യമായി തന്നെ അവർ പ്രവർത്തിക്കുന്നു. ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ അച്ചട്ടായി പ്രവർത്തിക്കുക എന്ന് പറയും മട്ടിൽ, എണ്ണയിട്ട യന്ത്രം മട്ടിൽ ഓരോരോ വിഭാഗങ്ങൾ അവരവരുടെ പണികൾ കൃത്യമായി ചെയ്തുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായ ഏകോപനം സംയോജനം ഉണ്ടാകുന്നു. കാര്യങ്ങൾ കൃത്യമായി നമ്മളോട് അറിയിക്കുന്നുമുണ്ട്. കാര്യങ്ങൾ ഇന്നലെ കാർവാർ SP-യും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ വന്നു നിന്നു. 2 MLA-മാർ, കാർവാർ SP, ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിന്റെ കൃത്യമായ പ്രാതിനിധ്യം നമുക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി വളരെ ഭംഗിയായി നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകി പ്രതികരിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടു SKN. അത് ഇന്നലത്തെ വളരെ മനോഹരമായ ഒരു കാഴ്ച ആണെന്ന് തന്നെ പറയാം. അതിനുശേഷം കാർവാർ SP SKN അല്പസമയം മുൻപ് കാർവാർ SP ഇതിനകത്തേക്ക് പോയിരുന്നു. നമുക്ക് ബൈറ്റ് തരാൻ തയ്യാറായില്ല. ഞാൻ പക്ഷേ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. SP വെയിറ്റ് മാൻ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ SP-ക്കും വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. കാർവാർ SP നമ്മളോട് വലിയ ആത്മവിശ്വാസത്തിൽ ഇന്നലെ സംസാരിച്ചതാണ്. ഈ ലോറി ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞ് കിടക്കുകയാണ് എന്ന കാര്യം ആദ്യമായി നമ്മളോടാണ് കാർവാർ SP അത് പറയുന്നത്. കാർവാർ നമ്മളോട് മാത്രമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ചില ധാരണകൾ ഇവർക്കെല്ലാം ഉണ്ട്. ആ ധാരണകളുടെ ഒരു പങ്ക് നമ്മളുമായി അവർ പങ്കുവെക്കുന്നുമുണ്ട്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഈ കാര്യങ്ങളുടെ മൊത്തം വിശദാംശങ്ങൾ ഇതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നമ്മളുമായോ ആരുമായോ ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ അവർ കഴിയില്ല. അവർക്ക് കഴിയാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ MLA അടക്കം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. AK മഷ്റഫ് MLA-യുടെ അടക്കം പങ്ക് നമുക്കിതിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. AK മഷ്റഫ് MLA ഇന്നലെ സംസാരിക്കുമ്പോൾ
അദ്ദേഹം ഇവിടെ ഈ വാർത്തകളൊക്കെ കണ്ടറിഞ്ഞ് എന്താണ് എന്ന് അറിയാൻ ഒരു ദിവസം ഇവിടെ നോക്കിയിട്ട് പോകാം. കാര്യം അദ്ദേഹത്തിന് കന്നഡ ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. ഇവിടെ കാര്യങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകാം എന്ന് കരുതി ഒറ്റ ദിവസത്തേക്ക് വന്നതാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ല. AK അഷ്റഫ് എം.എൽ.എ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണ സൈനുമായുള്ള കൃത്യമായ ഏകോപനത്തിൽ അവർ രണ്ടുപേരും കൂടി ചെയ്ത സേവനങ്ങൾ, അവർ രണ്ടുപേരും ചെയ്ത ഇടപെടലുകൾ അത് മറക്കാവതല്ല. SKN അത് നമുക്ക് അത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ അക്നോളജ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവർ ആദ്യഘട്ടത്തിൽ നമ്മൾ നിസ്സഹായരായി ഒരു വിവരവും കിട്ടാതെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തോളത്ത് തട്ടി സമാധാനിക്കൂ, കാര്യങ്ങളൊക്കെ നേരായി നടക്കും എന്നൊക്കെ പറഞ്ഞ സതീഷ് കൃഷ്ണ സൈലിനെ ഒന്നും നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കാണുന്ന അപൂർവമായ ചില ആശ്വാസകരങ്ങളാണെന്ന് ഉറപ്പായും പറയാം. അതിലൊക്കെ പ്രധാന ഇടപെടലുകളുടെ ഒക്കെ അപ്പുറം നമുക്ക് 9-ാം നാൾ നമുക്ക് കൃത്യമായ ഒരു വാലിഡായ വിവരം കിട്ടുന്നു. 10-ാം നാൾ അതിന്റെ തുടർച്ചയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു. മഴ ഒന്ന് മാറി നിൽക്കൽ തന്നെയാണ് സ്കെയിൻ പ്രധാനം. ഇപ്പോഴും ആകാശത്ത് ഇങ്ങനെ കറുത്ത മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ഏത് സമയവും വല്ലാത്ത മഴ പൊട്ടി വീഴുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ സമയത്ത് ചെറിയ തോതിൽ മഴയൊന്നും മാറി നിൽക്കുന്ന ചെറിയ ചാറ്റൽ മഴ മാത്രമാണ്. പെരുമഴയുടെ അവസ്ഥ രാവിലെ കണ്ട അവസ്ഥ മാറി. പക്ഷേ അത് നമ്പാൻ കഴിയില്ല സ്കെയിൻ. ഇവിടുത്തെ മഴയാണ്. ഇവിടെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് പൊട്ടി വീഴുമട്ടിൽ ഒരു കൊടുങ്കാറ്റോടുകൂടി ഹുങ്കാർ ശബ്ദത്തിൽ പെട്ടെന്ന് വരലാണ് ചെയ്യുക. അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. AK അഷ്റഫ് എം.എൽ.എ പറഞ്ഞത് വിശ്വസിച്ചാൽ ഇനി എത്ര ഹുങ്കാരത്തിൽ കാറ്റ് വീശാലും, എത്ര ആഴത്തിൽ മഴ പെയ്താലും, എത്ര വേഗതയിൽ 20 നോട്ടിക്കൽ മൈൽ വേഗത എന്നുള്ള അടിയൊഴുക്കിനെ കുറിച്ച് ഇന്നലെ കാർവാസ് പറഞ്ഞത്, എത്ര നോട്ടിക്കൽ മൈൽ വേഗതയിൽ അടിയൊഴുക്കുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട സേനാംഗങ്ങൾ അകത്തുണ്ട്. അവർ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നു. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഒരു വിവരം പുറത്തേക്ക് എത്തുമെന്നാണ് AK അഷ്റഫ് എം.എൽ.എ നമ്മളോട് പറഞ്ഞത്. അല്പസമയത്തിനകം നമുക്ക് MLA ഒന്ന് ഫോൺ, അദ്ദേഹം അകത്ത് കയറി ഒന്ന് കാര്യങ്ങൾ വിലയിരുന്ന സമയത്ത് MLA ഒന്ന് ഫോണിൽ വിളിച്ച് എന്താണ് കാര്യങ്ങൾ എന്ന് ഒരിക്കൽ കൂടി തിരക്കുകയും ചെയ്യാം. SKN പ്രതീക്ഷാ നിർഭരമായ 10-ാം നാളാണ്. നമ്മുടെ പ്രതീക്ഷ ഇന്ന് തന്നെ ലോറി കണ്ടെത്തുമെന്നാണ്, ലോറി ഉയർത്തുമെന്നാണ്. അതിലൊക്കെ പ്രധാനം നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്തുമെന്നാണ്. അതിലും പ്രധാനം അർജുൻ കരുത്തോടെ ജീവനോടെ ഇരിക്കുന്നു എന്നൊരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയണമെന്ന ആഗ്രഹത്തിൽ ഞാനിവിടെ നിൽക്കുന്നു. SKN സാധ്യമാകുമോ എന്നറിയില്ല. ഇത് 10-ാം നാളാണ്. SKN ഓക്കെ, ആഷ്മി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ സീന മുഹമ്മദിനെ പോലുള്ള പ്രേക്ഷകർക്ക് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സേഫ്റ്റിയൊക്കെ നോക്കണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്.